പിടി. ഡാ എനിക്ക് ചായ വാങ്ങിച്ചപ്പോഴേ ഒരു ഐഡിയ തോന്നി. എടാ ഒരു ചായക്ക് ഒരു 12 രൂപ വാങ്ങണം. ഒരു 2 രൂപയുടെ പാല് കൂട്ട്, 1 രൂപയ്ക്ക് ചായപ്പൊടി, 1 രൂപയ്ക്ക് പഞ്ചസാര, പിന്നെ ഈ അനുക്കുനക്ക് ചിലവെല്ലാം കൂടെ 2 രൂപ പോട്ട്. അതായത് ഒരു ചായയുടെ പുറത്ത് 6 രൂപ ലാഭം. 1000 ചായ ആയല്ല അറിഞ്ഞൂടാ, 6000 രൂപ ലാഭം അല്ലേ? എടാ മണ്ട, അതിനും ഭേദം ചായ വീട്ടിൽ നിന്ന് എടുത്താ പോരെ. നീ നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ചായക്ക് പൈസ കൊടുക്കും, അപ്പൊ അതല്ലേ ലാഭം. വീട്ടിൽ ചായ ഇട്ടിട്ട് കടയിൽ കൊണ്ട് വയ്ക്കാം. മറ്റേ ചായ പരിപാടി നടക്കൂല. അതെന്ത്? എടാ നിന്റെ കൂടെ പഠിച്ച നിന്റെ എക്സ് ലവർ ഇല്ലേ ശ്രുതി, അവള് വന്ന് ചായ ചോദിച്ചാൽ നീ എങ്ങനെ കൊടുക്കും? ഞാൻ ഇങ്ങനെ നീട്ടിയടിച്ചു കൊടുക്കും. ലുങ്കി കൊടുത്ത് മുഖത്ത് ചായപ്പൊടിയൊക്കെ പറ്റി. ഓ കണ്ണല് പാൽപ്പാടിയൊക്കെ ആയിട്ട് ഊഷ് വേണ്ടത് വെറുത്ത്. ജെറ്റുമാനം എന്നെ പോകട പോണേ. എനിക്കൊരു ഐഡിയ. നിന്റെ സൈക്കിൾ കംപ്ലൈന്റ് ആയി നീ എവിടെ കൊടുക്കും? സൈക്കിൾ വർക്ക്ഷോപ്പില്. ബൈക്ക് വർക്ക്ഷോപ്പില്. ഒരു ഫ്ലൈറ്റ് കംപ്ലൈന്റ് ആവണേ ഇവിടെ കൊടുക്കും. ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു വർക്ക്ഷോപ്പ്? എന്നാ നമ്മൾ ഇടുന്നു. ട്രിവാൻഡ്രത്തെ ഫുൾ ഫ്ലൈറ്റും നമ്മുടെ വർക്ക്ഷോപ്പിൽ. കൊച്ചിന്നും കിട്ടും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത്? ഈ ഫ്ലൈറ്റ് എവിടെയെങ്കിലും ഒക്കെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴേ വന്ന് എടുക്കാൻ പറയാൻ നീ പോയി എടുക്കൂ. ഓടിക്കാറിനൂടാ. എൻ്റെ ലൈസൻസ് ഇല്ല. അപ്പത് വേണോ? എടുക്കണ്ട, വിടാ. ഓക്കെ. ഇവിടെ എനിക്ക് ഈ കുട്ടിക്കാരുടെ ഒരു ഐഡിയ കളിയാ. എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഈ നിവർത്തിയില്ലാത്ത പിള്ളേരില്ലടാ. ഈ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടിട്ട് പാർക്കിലും ബീച്ചിലും ഈ ആളൊഴിഞ്ഞ തിയേറ്ററിലൊക്കെ പോകുന്ന പിള്ളേര്, ഒരു റൂം എടുക്കാൻ വേണ്ടി നിവർത്തിയില്ലാത്ത അവർക്ക് വേണ്ടി ഒരു പദ്ധതി. നമുക്ക് കുറച്ച് സ്ഥലം ഇങ്ങനെ ലീസിനെടുക്കാം. എന്നിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കുറ്റിച്ചെടികൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഓരോരോ കപ്പിൾസിനെ അവിടെ ഇരുത്തിയിട്ട് നമുക്കൊരു മേശം പിടിച്ചിട്ട് ഫ്രണ്ട് ഇരിക്കാം. അടിപൊളി. ബ്ലോക്ക് തിരിച്ച്. ബ്ലോക്ക് ഞാൻ ചാർജ്. അവരും ചാർജ് ആവും. ഇൻട്രസ്റ്റിംഗ് ഐഡിയ. ലെറ്റ്സ് ഡു ഇറ്റ് മാൻ. എടാ മറ്റേ കുറ്റിക്കാട് ശരിയാവും തോന്നല്ലടാ. അതെന്താ? കുറ്റിക്കാട്ടിൽ പഴയൊരു ട്രോമ കിടപ്പുണ്ട്. എന്നെ കുറ്റിക്കാട് പണ്ട് തൂക്കിയിട്ടുണ്ട്. ട്രോമയാണ്.